ചോറിൻ്റെ കൂടെ നല്ലൊരു ബീഫ് അച്ചാറായാലോ. ഇനി നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. ബീഫിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വറുത്തെടുത്തുള്ള ബീഫ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവ പൊടിച്ചതും ഗരം മസാലയും കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സുർക്ക ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ട്രൈ ചെയ്ത്